വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. കുടുത്ത പുങ്കവിളി നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഗുഡ് മോർണിംഗ് ബിഗ് ജോസ്. ജോക്കി, ഇത് നിങ്ങളുടെ ജീവിതകഥ പറയാനുള്ള ഒരു അവസരമാണ്. യവനക്ക് എന്തിരി ജീവിതകഥ? ആദ്യം ആ ബട്ടൺസ് പിടിച്ചിട്ടാ നേരെ നീ, എന്നിട്ട് നീ നിന്റെ ജീവിതകഥ ഉണ്ടാക്കി. നീ സംസാരിക്കില്ല, കപാലക്കുട്ടി അടിച്ചാ പൊട്ടിയും കേട്ടാ, കേട്ടല്ലേ? നിന്റെ സംസാരിച്ച അടിച്ചിന്റെ കപാലക്കുട്ടിയെ പൊട്ടി. ഒരു സ്ത്രീയെ നീ ഇങ്ങനെയാണോടാ പറയുന്നേ? നീ ഒരു സ്ത്രീയെ ഞാൻ അവളെ നിന്നെ പറഞ്ഞാടാ, നീ ഒന്ന് അടിച്ചു നോക്ക്. ബിഗ് ബോസ് ഫിസിക്കൽ അസാൾട്ട് ഇസ് അപ്രിസിയേഷൻ. ഫിസിക്കൽ ബിഗ് ബോസ് ഫിസിക്കൽ അസാൾട്ടിയേഷൻ എന്റെ മുഖത്ത് അവൻ എക്സന്റേഷൻ പോണാ. അവിടെ പോയിടാ നീ റോസ് ചെന്ന് മണപ്പീരടാ. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. ഒരുപാട് കോടാനുകോടി ആസ്തിയുള്ള ഫാമിലിയാണ് എൻ്റെത്. നിങ്ങൾക്ക് യു ക്യാൻ ചെക്ക്, നിങ്ങൾ പുറത്തിറങ്ങി ചെക്ക് ചെയ്തൊക്കെ അറിയാം. എൻ്റെ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ് ഞാൻ പറഞ്ഞത്. ഇതേ സ്റ്റോറി KGF സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ കോമഡി, പക്ഷേ ഏറ്റില്ല. എനിക്കും എൻ്റെ തലമുറയ്ക്കും സുഭക്ഷമമായി ജീവിക്കാൻ പറ്റിയ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. സോ എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നതല്ല, ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് വന്നതല്ല. അപ്പോൾ എനിക്ക് ഇവിടെ വരേണ്ടത് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ ഇവിടെ മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, ഞാൻ ഡിഫറെന്റ് ആണ്. നമ്മളിവിടെ വലിക്കാനാണ് വന്നത്, നമ്മളിവിടെ ജയിക്കാൻ വേണ്ടി തന്നെ വന്നത്. നീട്ടിന്റെ മുത്തുമാലായിട്ട് ഉത്സവപ്പറമ്പിൽ ഒരു മുത്തുമാലായിട്ട് ബിഗ് ജോസ്, ഇത് എൻ്റെ സ്പേസ് ആണ്, എനിക്ക് സംസാരിക്കാനുള്ള ടൈമാണ്. സോ ഇവരുടെ അടുത്ത് പ്ലീസ് ഒന്ന് മിണ്ടായിരിക്കും പറയണം. എന്റെ വീടെന്ന് പറയുന്നത് 7000 സ്ക്വയർ ഫീറ്റ് വീടാണ്. എന്റെ ബെഡ്റൂം എന്ന് പറയുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആണ്. എന്റെ ബാത്റൂം തന്നെ 600 സ്ക്വയർ ഫീറ്റ് ആണ്. എറിഞ്ഞ് അപ്പിടൂ നീ 700 സ്ക്വയർ ഫീറ്റിൽ എറിഞ്ഞ് അപ്പിടൂ, അതിനാണ് 700 പറഞ്ഞിട്ടിരിക്കുന്നത്. ബിഗ് ജോസ്, ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് എന്റെ സ്പേസ് ആണ്. എനിക്ക് ഒരു മര്യാദ വേണ്ടേ? ഒരു മനുഷ്യന് എന്തിനാണ് 7000 സ്ക്വയർ ഫീറ്റ് കക്കൂസ്? അതോ അവ ഇങ്ങനെ ഇങ്ങനെ ഓടുവോ? കക്കൂസിന് വിട്ട് ഓടുവോ അവൻ? അല്ല, ശരിയാ, നീ ഇവിടെ ചെയ്യുന്നത് പോലെ അല്ല. 7000 സ്ക്വയർ ഫീറ്റ് ഇല്ലേടാ, നിനക്കൊന്ന് കുളിച്ചുകൂടാ? നിനക്ക് അവന്റെ മുഖം കണ്ടില്ലേ? അവന്റെ മുത്തുമാലായിട്ട് കൈയിട്ട് 2 കറക്ക് കറക്കുണ്ട് അവന്റെ. എന്റെ വീട്ടില് എനിക്കായിട്ടൊരു സ്പേസ് ഉണ്ട്, ജോക്കി സ്പേസ് എന്നാണ് ആ സ്പേസിന്റെ പേര്. നമ്മൾ നിക്കറൊക്കെ ഉണ്ടാക്കുന്ന ആ കമ്പനിന്നാ ഞാൻ വരുന്നത്. അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി നിന്നാണ്. എനിക്ക് ഈ ഭൂമിക്ക് താഴെയുള്ള എന്തും മേടിക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ട്. ജോസിനെ വാങ്ങും നീ, പിന്നെ കൂടെ വരേണ്ട ആവശ്യമില്ലല്ലേ? എടാ, ജനങ്ങളെ വോട്ട് ചെയ്യാനൊക്കെ വാങ്ങാൻ പറ്റുമോ? നിന്നെ പോലുള്ള കോമൺ സെൻസ് ഇല്ലാത്ത വെളും ഊളകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയില്ല നമ്മൾ ജനങ്ങളുള്ളത്, മനസ്സിലായില്ലേ? അവിടെ നിനക്കൊരു വോട്ട് പോലും കിട്ടത്തില്ല. ഇപ്പോഴത്തെ വോട്ട് എന്ന് പറയുന്നത് ജനറേഷൻ ആണ്. അതെ 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 അതെ. യങ് ജനറേഷൻ ഇതാണ് കാണേണ്ടത്, കണ്ടു വളരേണ്ടത്. അല്ല നിന്നെ കണക്കാത്ത യൂസേഴ്സിനെ അല്ല കേട്ടോ. എടാ നീ എന്തിനാണ് ഇവിടെ? വേറെ വല്ല റിസോർട്ടിൽ പോയി റൂം എടുക്കടാ, ഇതിനെക്കാട്ടി നല്ല അതല്ലേടാ. നാണമില്ലാത്തമാരെ. നമ്മള് ഫ്രണ്ട്സാ, ബെസ്റ്റ് ഫ്രണ്ട്സാ. എടാ നിനക്കൊന്നും നീ സദാചാരമാണോ? നീ സദാചാര മൈൻഡാണോ നിന്റെ? ഒരു ആണും പെണ്ണും ഒന്നിച്ചിരുന്ന എന്ത് കുഴപ്പം? ഇതിൽ വരണമെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്, അത് രണ്ടെണ്ണത്തിനും ഇല്ല. അതാണ് അവൻ ഇല്ലാത്തത്. അപ്പൊ അത് സംസാരിക്കുമ്പോ ഇങ്ങനെ മൂക്കി വന്ന് എന്റെ റോസ്മി വന്നാൽ എനിക്ക് പിന്നെ കുഴപ്പമില്ല. എവൻ ഇങ്ങനെ മൂക്ക് കയറിയൊന്നും സംസാരിക്കുന്നത്. ബിഗ് ബോസ്, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ആൺപിള്ളേർ അടുത്ത് വരുമ്പോൾ എന്തോ എനിക്കൊരു ചൊറിച്ചില്ല. അത് നിങ്ങൾ എനിക്ക് പറ്റത്തില്ല കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നു, ഈ മയക്കും ഊരി ഞാൻ ഇറങ്ങി പോകും. ഇറങ്ങിപ്പോടാ. അതുകൊണ്ട് റോസ്മിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. നിന്റെ അടുത്ത് എന്തിനാ ഞാൻ പറയുന്ന പോടാ ഇറങ്ങി ജോക്കി ഒന്നും വരരുത്. എടാ റോസ്മി വന്നതിന്റെ അന്നോട്ട് നീ മൂട്ടി കൂടെ ഇങ്ങനെ മണപ്പിച്ച് അടക്കല്ലേടാ. എടാ സ്വന്തമായിട്ടൊരു നിലപാടുണ്ടോടാ എനിക്ക്? ഉണ്ടാ? എന്റെ വായിക്കാത്ത എന്താ പഴം തള്ളിയിട്ടുണ്ടോ? പറയടാ. അയ്യോ എടാ ചൊറിയുന്നടാ, ചൊറിഞ്ഞു കൊടുക്കടാ അവക്ക്. ഓ വാഴയുടെ മൂട്ടി പോയിരുന്നു. ഓക്കെ ബിഗ് ജോസ്, എൻ്റെ ലൈഫ് സ്റ്റോറി കഴിഞ്ഞു. ഹോപ്പ് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.
ഞാൻ സത്യം പറഞ്ഞ എന്നെ ബിഗ് ജോസ് പുറേന്നുകൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുള്ളത്. അതെ, വരല്ലേന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വിളിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ തോന്നുന്നില്ല. എന്റെ ഓസ്മിനും കൂടി വന്നിരുന്നെങ്കിൽ എന്റെ ജീവിതകഥ കുറച്ചും കൂടി ഒന്ന് കൊഴുത്തേനെ. പക്ഷേ ഒറ്റയ്ക്കാണല്ലോ ഞാൻ കളിക്കാൻ വന്നത്. അല്ലേ? നീ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കളിക്കുന്നത്. ഞാൻ ഒരു കോളേജിൽ പഠിച്ചപ്പോൾ കോളേജിലൊക്കെ പോടാ, വിദ്യാഭ്യാസം കൊണ്ടാ. പിന്നെ ഞാൻ സംസാരിച്ചോണ്ടോ അവൻ എന്താ ചെയ്തത്? നല്ലൊരു കാര്യമേ അല്ല ജോക്കി. എടാ ആദ്യം പോയി ജെട്ടി ഇടാ, അതുകൊണ്ട് എന്നെ ജോക്കി ജോക്കി എല്ലാവരും വിളിക്കുന്നത്. ഓ, നീ ഒന്ന് നോക്കുവല്ലേ രാവിലെ വന്ന് ഞാൻ ജെട്ടി ഇട്ടിട്ടുണ്ടാകും. നീ ഡാൻസ് കളിക്കുമ്പോൾ നീ നീ രാവിലെ നോക്കൂ. നീ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ നോക്കിയായിരുന്നു, നീ ഇട്ടിട്ടില്ല. എന്റെ കോളേജില് ലേഡീസ് ഒക്കെ എന്റെ പുറയിലായിരുന്നു. പഴംപുഴിക്ക് മോന്തയായിട്ട് കൊടുക്കുക, അവന് ലേഡീസ് പുറപ്പിലൊക്കെ. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് എന്റെ കുറെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. ഞാൻ എല്ലാം റിജക്ട് ചെയ്യായിരുന്നു. നോട്ടീസ് ബോർഡിൽ ഇവന്റെ പേരുണ്ടായിരുന്നു, ലോക കോഴി സൂക്ഷിക്കണമെന്ന്. എനിക്കറിയാം ഓഡിയൻസ് നിങ്ങളെ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഓസ്മിനെയും നമ്മുടെ ആ ഒരു കപ്പ്. അതേടാ, ഇവിടെ എല്ലാവർക്കും പുറത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നീ പുറത്തിറങ്ങിയിട്ട് ഒരു ഇലക്ഷൻ നിൽക്കും, നീയേ ജയിക്കും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നമ്മൾ തമ്മിൽ ആ ഒരു പ്രണയത്തിലോട്ട് ആവണമെന്ന്. പക്ഷേ സോറി കേട്ടോ, ഇവർക്ക് മറ്റേത് മാത്രം മതി. അപ്പൊ എന്റെ ജീവിതം ഇത്രേ ഉള്ളൂ. ഒരുപാട് ലേഡീസ് ഒക്കെ പുറത്ത് കുറെ ഇങ്ങനെ നടന്നിട്ടും എനിക്ക് ആരെയും ഇഷ്ടമല്ല. എനിക്ക് സത്യം പറഞ്ഞ ലേഡീസ് ഇങ്ങനെ എനിക്ക് എത്ര ഇഷ്ടമല്ല. എനിക്ക് ആരെയും കൂടി ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇത് പെണ്ണല്ലേടാ, എനിക്ക് സംശയം ഇല്ലാതില്ല കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് എന്റെ അടങ്ങടി നീ എവിടെ കേറി വരുന്ന. അപ്പം ബിഗ് ജോസ് എന്റെ കഥ ഇത്രേ ഉള്ളൂ. അപ്പം കീപ് സപ്പോർട്ടിങ് മീ. ഐ ലവ് യു ഓൾ ആൻഡ് യാ പ്രേ. സത്യം ഭയങ്കര ഇമോഷണൽ സ്റ്റോറി ആയിരുന്നു. പോയി ഓയോ എടുക്കടാ, പോടാ ചെല്ല്. അയ്യോ അറിയത്തില്ല ഓയോന്ന് വെച്ചാ അവന്. മാക്സിമം നമുക്ക് ഇമോഷൻസിനെ പുറത്ത് ചാടിക്കണം. അടിച്ചിട്ട് അവനെ പുറത്ത് മാക്സിമം നമുക്ക് അവനെ ദേഷ്യം പിടിപ്പിച്ച് അവനോട് പുറത്താക്കണം. അവൻ്റെ ഷർട്ട് കണ്ടില്ലേ, പുലികളിക്ക് വിട്ടുവന്നിരിക്കുന്ന പന്നി. ഒരു എടാ ജോക്കി, എന്തൊരു പവറാടാ നിനക്ക്. യു പവറൻ. എന്റെ മോന്തൊക്കെ ഇട്ടുള്ളതാ അത്. ഓ, മനസ്സിലായി കാണും എന്റെ പവർ. കൈ പോയാലെന്താ, പവർ കാണിച്ചില്ലേ. ഓസ്മിൻ, അവിടെ ഇരുന്ന് രണ്ടെണ്ണം കൂടി ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞ് പ്രവോക്ക് ചെയ്യുന്നത് ക്യാമറയിലുണ്ട്. എന്തിനാണ് കള്ളം പറയുന്നത്? വേണമെങ്കിൽ വിഷ്വൽ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ഒരുമാതിരി മറ്റേ കളി കളിക്കരുത്. കിടന്ന് നാടകം കളിക്കാതെ എല്ലാരും കണ്ട് നിന്റെ തനിക്കണം. ഞാൻ കളിക്കാൻ തന്നെ വന്നത്. അതെ, നിന്റെ കളി ഇപ്പൊ എല്ലാരും കാണുന്നുണ്ട്. നാട്ടുകാരെ മൊത്തം ഇവക്ക് പ്രാന്താ. ഇവളെ കൊണ്ട് ഊളം പാറണം ആദ്യം. നിന്റെ വീട്ടിലുള്ളവർക്കാണോ? വീട്ടുകാരെ പറഞ്ഞു അടിച്ചിന്റെ ചെബുക്കല് ഞാൻ പൊട്ടിക്കും. കടലടി അടി ഒന്ന് അടിയടോ. താൻ ആണാണെങ്കിൽ അടിയടോ. എന്തിടി ഇതിനപ്പുറം താൻ വരുമോ? അടങ്ങടി. ഇതിനപ്പുറം താൻ വരുമോ? ഒന്ന് വന്ന് നോക്ക്. ഇനി വരത്തില്ല, ഞാൻ ഇപ്പൊ തന്നെ മയങ്ങുന്ന. ഞാൻ ഇനി വരൂല. ഓടി. പക്ഷെ അത് പേര് ഇവിടെ കളിക്കാൻ വന്നാലുണ്ടല്ലോ, അറിയത്തില്ല. ബിഗ് ജോസ് എന്ന് രണ്ട് വഴക്കിട്ടു. ആ പ്രോപ്പർട്ടി നശിപ്പിച്ച് അവനെ പുറത്താക്കും. ബിഗ് ജോസ് അതാണ് നമ്മുടെ കളി, അവിടാണ് നമ്മുടെ കളി. സ്പ്രേ അടിക്കരുതല്ലേ, നല്ല നാരുണ്ടല്ലോ. അടിച്ചായിരുന്നു. പോട്ടെ പോട്ടെ. നമ്മളെ പുറത്ത് എന്ത് നമുക്ക് എന്ത് ഫാൻസാന്ന് നിനക്കറിയുമോ? പുറത്ത് ആൾക്കാർ കാണുന്ന ഒരു ഷോ അല്ലേ, ഒരു മിനിമം ഒരു മാനേഴ്സ് കാണിക്കും. എടാ നാണം കെട്ടവനെ. ഒന്നെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അതിൽ കാണിക്കേണ്ട ഒരു മാനേഴ്സ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. എന്ത് പറഞ്ഞാലും എടാ, അല്ലാതെ ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് എടാ ഫ്രണ്ട്സ് എന്തിനാ നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്തോന്നടേ, മര്യാദയല്ലേ. ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരിയാവത്തില്ല, ലവർ ആയാലും ശരിയാവും. ഇതിന് ഇടയ്ക്കുള്ള ഒരു കളവുണ്ട്, ബെസ്റ്റി. അതാണ് ഏറ്റവും സേഫ് സോൺ. അതെ, അതാകുമ്പോ എല്ലാം കിട്ടുമല്ലോ. ബുദ്ധി അതാണ് വേണ്ടത് ആദ്യം. ഓടാ എടാ, നീ ആരെടുത്താ എവിടെ നിന്നാ സംസാരിക്കുന്ന എനിക്ക് ബോധം വേണം. എന്റെ അടുത്ത് കളിക്കല്ലേ മോനെ, സീൻ മാറും. മനസ്സിലായോ? ജോസ്മിൻ മാറി. ജോസ്മിൻ ഞാൻ പുറത്തായിരുന്നു.
എന്റെ ഒറ്റ ഇടിക്കില്ല നീ, മനസ്സിലായ? ഇടിച്ചതിന്റെ മൂക്കാൻ പൊളിക്കും. പോടാ ചെല്ലടി ചെല്ലടി, അവിടെ ചെന്ന് വാഴപ്പഴം തൊലിച്ചു കൊടുക്കാം എന്റെ വായില്. ഇതാ പട്ടിക്കുണ്ടായതാ നീ അടിച്ച് നിന്നെ അണ്ണാക്കി ഞാനത്തില്ല കേട്ടല്ലടാ. എടാ മേത്ത് പിടിക്കല്ല, ഞാൻ ഇടിക്കും. നീ തൊട്ടോക്കടാ, നീ തൊട്ടോക്കടാ, നീ മേത്ത് കൈ ചോക്കടാ മേത്ത്. പറഞ്ഞല്ലേ വാഴയുടെ ഇരുന്നാ മതിയെന്ന്. നമുക്ക് വാഴ മതി. നടന്നിട്ടുള്ളത് അവരെ എത്രയും പെട്ടെന്ന് ഈ ബിഗ് ജോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തുള്ളി ആഹാരം കഴിക്കത്തില്ല. ഞാൻ ഈ വാഴത്തോട്ടത്തിൽ വന്നിരുന്ന് നിങ്ങൾക്ക് റേറ്റിംഗും തരത്തില്ല. ജോക്കി, താങ്കൾ എന്താണ് കാണിച്ചത്? ജോസ് എനിക്കറിയില്ല ബിഗ് ജോസ്, ഞാൻ എന്റെ മൈൻഡ് പോയി. ബിഗ് ജോസ് എന്റെ പ്രവോക്ക് ചെയ്ത് എന്റെ ബാക്ക് ഞാൻ പറഞ്ഞത് എന്റെ ബോഡി ടച്ച് ചെയ്യില്ല, ഞാൻ ഇടിക്കുന്നത്. ഇനി കൊച്ചു പിള്ളേരെ പോലെ മോങ്ങിട്ട് എന്താണ് കാര്യം? കയ്യിൽ നിന്ന് പോയില്ലേ? പോയി ബിഗ് ജോസ്. ലാൽ സാർ വരുമ്പോൾ ചന്തിപ്പുളൊക്കെ കിട്ടും. നീ എവിടെ ഇരി, ശനിയാഴ്ച ആവാറായി. ഓക്കെ, ഇനി ഇതിവിടെ ആവർത്തിക്കരുത്. ലാൽ സാർ വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്. അതുവരെ ഏതെങ്കിലും മൂലയ്ക്ക് പാലും കുടിച്ചു പോയിരിക്കൂ. അപ്പൊ പുറത്തു പോയില്ല. അത് ലാൽ സാർ വന്നിട്ട് തീരുമാനിക്കും. ഇത് ഗുണ്ടായിസമല്ല, ഇതൊരു ടെലിവിഷനാണ്. ഓക്കെ ബിഗ് ജോസ്, അതിന്റെ മാന്യത കാണിക്കുക. ഒന്ന് പോയി കുളിക്കൂ, നാറുന്നു നിന്നെ. ഓസ്മിൻ, താങ്കളുടെ അച്ഛൻ താങ്കളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഫെഷൻ റൂമിലോട്ട് വരിക. മോളെ കേൾക്കുന്നുണ്ടോ? ഹലോ ബാപ്പ, കേൾക്കുന്നുണ്ട്. കള്ള നായിന്റെ മോളെ, നീ എന്ത് ഹലാക്കിലെ പരിപാടി ഇവിടെ കാണിക്കുന്നേ? നാട്ടിൽ ഇത് മൊത്തം കാണുന്നല്ലേ? അയ്യോ, നീ ഒന്നും ചെയ്യുന്നില്ല. എടി, എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ലടി. നീ എന്തൊക്കെയാടി അവിടെ കാണിക്കുന്നത്? ഈ വീട്ടിലോട്ട് വാ, നിന്നെ പത്തലും കമ്പ് ഊരി ഞാൻ അടിക്കുന്നില്ല. കൊട്ടക്കണക്കിന് ഇരിക്കുന്നത്. എടി, നിനക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യടി. നിനക്ക് എന്താടി ബുദ്ധിയില്ലേ? അത് വാപ്പാ കറ്റാക്കാന്ന് പറഞ്ഞാൽ മതി. ബ്ലോക്ക് വേണം, ഒരു 5-6 കിടക്കട്ടെ ബ്ലോക്ക്. വാട്സപ്പ് ബ്ലോക്ക് അല്ലല്ലോ, ഹാർട്ട് ബ്ലോക്ക് അല്ലേ, കിടക്കട്ടെ. മോളെ, ഇവിടെ ജോക്കിക്കാ ഏറ്റവും ഫാൻസ്. നീ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ല്, അവൻ അടിച്ച് നിന്റെ കരണം പൊളക്കും. പന്നിയുടെ അടി എന്തോ വേറെ. എന്തിനാ വാപ്പ കളിച്ച്? എന്തിനാ? നമുക്ക് ഫാൻസ് ആണോ പുറത്ത്? കല്യാണം കഴിക്കുക തന്നെ നീ. ഞാൻ കരയുന്നേ. എനിക്കവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അയ്യോ അയ്യോ, എനിക്ക് പേടിയാവും. പുറത്തുള്ളവർ നമ്മളെ കുറിച്ച് എന്താ വിചാരിച്ചു? ഭയങ്കര നെഗറ്റീവാ. നമ്മളിങ്ങനെ ഇരിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മൾ വിചാരിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ അതായിരിക്കും ഇഷ്ടമാണ്, പക്ഷെ അല്ല. നമ്മൾ തമ്മിൽ ഭയങ്കര നെഗറ്റീവാ. ജോക്കിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. ആ കള്ള കുളിക്കാത്തവനാ. ഇല്ലാതെ എങ്ങനെയാടി ഞാൻ ഈ വാഴയുടെ ചുറ്റി? എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ വാഴ ചുറ്റി ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ. നീ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓസ്മിൻ, ഓസ്മിൻ, എന്നെ എൻ്റെ പോലെ നീടെ പുഴപ്പല്ല് കൊണ്ട് മുറിഞ്ഞ്. നിന്റെ വാപ്പയൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു? ഇത്തിരി അകന്നിരിക്കണേ. നീ എന്തിരി? ഇല്ല, തരത്തില്ല. തരത്തില്ലെന്ന്. നമ്മള് ഫ്രണ്ട്സ് അല്ലല്ലോ. നിന്റെ കുബറി എന്തി? ഇല്ല ഇല്ല ഇല്ല. നല്ല കളി. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നല്ലോ. അപ്പൊ ഒരു പാക്കറ്റുമായിട്ടല്ലേ നടക്കുന്ന? അതെ, നല്ല ജീവിതം. നിന്റെ ബലൂൺ ഇങ്ങോട്ട് എടുക്കണ്ടേ? എടിച്ചു പോടി, അടിച്ചിന്റെ മോന്തയാന്നിരിക്കും. പോടി എണീറ്റ് പോ. അയ്യോ, അവള് കുബറിയുടെ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് വന്നേക്കുന്നു. പന്നിയുടെ എന്ത് പുഴുപ്പല്ലാണോ നായി. നീ എന്തത് വേലയാ കാണിച്ച നീ ഡോക്കി? നീ ഇതൊരു നാശ ടെലിവിഷൻ അല്ലേ? ടെലിവിഷൻ
അമ്മണി എനിക്ക് ഒന്നാമത് തലയ്ക്ക് തലവേദന എടുത്തിരിക്കും. സമാധാനം താമണി. കുന്നു വാവയല്ലേ അവൻ കുന്നു വാവയല്ലേ അവൻ എന്തിനാ അടിച്ചത്? അവൻ എന്നെ പ്രവോക്ക് ചെയ്തില്ല. അവൻ എന്നെ ഞാൻ പറഞ്ഞ എന്റെ ബോഡി പിടിക്കില്ല, ടച്ച് ചെയ്യില്ല. ഞാൻ ടച്ച് ചെയ്തല്ലോ, നീ എന്നെ അടിക്കുമോ? അധികത്തില്ല. നീ എന്തിനാ അവനെ അടിച്ചത്? എടി അവൻ എന്നെ പ്രവോക്ക് ചെയ്തടി. ഇത് ഭാഷ ഞാൻ പറയുന്നത്. എടി ഞാൻ അവൻ എന്നോട് പറഞ്ഞത് എന്നെ ടച്ച് ചെയ്യല്ലേ എന്ന്. പോയി എന്റെ കയ്യിൽ നിന്ന് പോയി. എന്താ നീ വിത്ത് കത്ത കളിയാ. നീ വെറും കത്തറ സ്വഭാവം കാണിക്കുന്നേ. നീ കത്തറ സ്വഭാവം. നീ ഇങ്ങനെയാണോ കളിക്കുന്നേ? നിന്റെ വീട്ടിൽ ഇത് കാണുന്നതല്ലേ, ജനങ്ങൾ ഇത് കാണുന്നതല്ലേ? നമുക്കൊരു ഇമേജ് ഇല്ലേ? നീ എന്താണ് ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ വിചാരിച്ചത്? ജോക്കി, നീ വെറും അങ്ങ് ജത്തിയായി പോയി. ആ നീ ജോക്കിയുടെ സ്വഭാവം കാണിച്ചു. നീ ജത്തിയായി പോയി. നീ അമ്മണി പറ്റിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നീ ഞാൻ എന്തായാലും അമ്മണി ഞാൻ പോവാ. ഈ ബിഗ് ജോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അമ്മണിയെ. അമ്മണി അമ്മണി കൊരക്കാതെ. എല്ലാം കാരണം ഇതൊരു നാഷണൽ ടെലിവിഷൻ ആയി പോയി. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്. നീ ഒന്നും തെയ്യം തമ്മി. നീ തുമ്മാതി. ഞാൻ നിനക്ക് വേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കപ്പടിക്കും. ഞാൻ കപ്പ് നീ അധികം തോന്നുന്നു. നീ കപ്പ് അമ്മണി കഞ്ഞി കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങൂ. പറയുന്നൊന്നും തിരിയുന്നില്ല. അമ്മണി ഇപ്പൊ എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. തമിഴ് പറഞ്ഞാലും മനസ്സിലാവില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല, മലയാളം പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതൊരു നാടാ. ജോക്കി ഇവിടെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഓ, അവന്റെ മോന്ത കുറ്റിക്ക് കൊടുത്തു. അത് ശരിയാണോ? അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നി, ചെയ്തു. ഗുബ്രിയുടെ മൂക്കാമണ്ട പൊട്ടി, 2 എല്ലിന് ക്ഷതമുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തരിത് പിണറായി വിജയൻ സ്പീഡി പറത്തി പോണം. ഇതെന്തരിത് കാമാവൂ. കാമോ? കാമല്ല, കാമാവൂ. അതുകൊണ്ട് തന്നെ ബിഗ് ജോസ് നിയമവശങ്ങൾക്ക് താങ്കൾ എതിരെയാണ് പ്രവർത്തിച്ചത്. ഔട്ടായെന്ന് പറയടേ ഒത്തി. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും താങ്കൾ പുറത്താകിയിരിക്കുന്നു. ഇതിനാണ് ഈ കിടന്ന് വലിച്ചഴിച്ചത്. തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വേഗം വീട്ടിൽ പോവാം. ഓ, അവിടെ കുറച്ച് പിള്ളേരൊന്നും ഇരിപ്പുണ്ട്, ടാറ്റു അടിക്കും. പോയി അടിക്കും. നമ്മളെങ്ങനെ ജീവിക്കും? ഐ എം ബ്ലഡി റിച്ച്. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറങ്ങി പോടാ. ജോക്കി ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്തായിരിക്കുന്നു. നീ ഒത്ത ഒതുത്തിയാ. നീ ഒത്ത ഒതുത്തി പോയി കൊണ്ട് കേസ് കൊടു. താണോ തള്ളേ പോതള്ളേ. എവളാ ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നം ഉണ്ടാക്കാനാ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്. അത് അറിഞ്ഞൂടെ? ആ നീ അറിഞ്ഞൂടെ? നിങ്ങൾ പിന്നെ എന്തിനാ വന്നത് ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട്? ഞാൻ നേരെ വലിക്കേ കളിക്കൽ തോന്നും ബിഗ് ബോസ്. ഞാൻ നിങ്ങളുടെ കത്തറ പോകാനുള്ള പൊതുത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. നീ കത്തറയാ, കത്തറ കത്തറ കത്തറ. ഒരു കുഴപ്പമില്ല. നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ഇവിടെ ഉള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്ക് പോകില്ല. ഗുബ്രിയുടെ മൂക്കാമണ്ടയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ബിഗ് ജോസ് ഒരല്ലേ പൊട്ടിയുള്ളൂ? അല്ല, 32 എല്ല് പൊട്ടി. അയ്യോ, താങ്കളുടെ അഭിനയം ഇവിടെ ആവശ്യമില്ല. നേരെ ഇരിക്കുന്നു. നീ വലയാ. നീ ആവതേ. നീ എൻ്റെ കൂടെ വാഴത്തോടത്ത് വരുമോ? എന്തിനീ വലിക്കാനാ? നീ വളവിട്ട് ഇവിടെ ഉള്ള എല്ലാം പോയി. നിന്റെ വളവിടെ കൊണ്ട് നിർത്താമോ? അമ്മണി എവിടാണ് ഓടുന്നത്? അവിടെ പോയി ഇരിക്കൂ. ബിഗ് ജോസ് പറഞ്ഞു തീർന്നില്ല, അവിടെ ഇരിക്കൂ. പിടിച്ചു വെക്കൂ അമ്മണി. ഷാൾ വെച്ച് കെട്ടി വെച്ചോ? അതിനാൽ തന്നെ ഗുബ്രി ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഗുബ്രി തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കും. ആ, എന്തേലും കണ്ടിട്ട് കിട്ടുമായിരിക്കും. എന്നാലും ബിഗ് ജോസ് തന്നെ ഇപ്പോഴൊന്നും പുറത്താക്കാൻ പോകുന്നില്ല. ഗുബ്രി വരുന്നിടം വരെ എന്തേലും നോക്കാം. ഇല്ലേ കിടന്ന് ഉറങ്ങും. ഞാൻ പവർ ടീമിലുള്ളല്ലേ, എനിക്ക് ഉറങ്ങാലോ. ഞാൻ ചുമ്മാ കിടന്നതേ ഉള്ളൂ. വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഇങ്ങനെ കണ്ണടച്ചതേ ഉള്ളൂ.